ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലെത്തിയിട്ടുണ്ട്. ഉച്ചക്കലത്തെ പാലാണ് പാക്ക് ചെയ്യണം. കുറച്ച് ലോക്കൽ സൈന കൊണ്ടുപോകണം. ആളൊരു 7 ലിറ്റർ കൊണ്ടുപോകും കേട്ടോ. ഇപ്പോൾ പശുക്കൾക്ക് പാല കുറവാണ്. ഞങ്ങളോട് പറഞ്ഞില്ലേ, 2 ആൾക്ക് ചേനയാണ്. ഒരാൾക്ക് 7 മാസം, ഒരാൾക്ക് 4 മാസം. 7 മാസം അതിൻ്റെ കറവ നിർത്തിയിട്ടൊരു 2-3 മാസമായി. 3 മാസം കഴിഞ്ഞു. 4 മാസം അതിൻ്റെതും കറവ കഴിഞ്ഞ മാസത്തോട് കൂടി നിർത്തിയിട്ടുണ്ട്. നിർത്തി പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കറക്കാം. അതിന് പാല് പറ്റ കുറവാണ്. ഒരു 8 മാസക്കായാണ് ചേന പിടിച്ചത്. അതുകൊണ്ട് പാല് പറ്റ കുറവാണ്. 3 മാസക്കായൊക്കെ നമ്മൾ കുത്തി വെക്കുന്നുണ്ട്. ചേന പിടിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തോ ആവാം, നമുക്ക് പശുക്കൾക്കൊന്നും ചേന പിടിച്ച് കിട്ടണില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ ഉള്ള പശുക്കൾക്ക് മാത്രം 2 ഇപ്പോൾ ചേന പിടിച്ചത് കേട്ടോ. അപ്പോൾ ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട് ഒരു പറയണത് നമ്മൾ കൈതലീഫ് തന്നെയല്ലേ 2 സമയം കൊടുത്തിരുന്നത്. കൈതലീഫ് മാത്രം കൊടുത്തിട്ടാവും ചേന പിടിക്കാത്തതെന്ന് പറയണത്. അപ്പോൾ ഇപ്പോൾ ഒരു നേരം വൈക്കോലാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ കൈതലീഫ് കിട്ടാനില്ലാത്തതുകൊണ്ട് പഴത്തൊലിയാണ് ഒരു നേരം കൊടുക്കല. ഉണ്ടാകുമ്പോൾ കൊടുക്കൂട്ടാം. അപ്പോൾ പച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് പാല് വളരെ കുറവാണ്. പുല്ല് എന്നൊക്കെ പറഞ്ഞാൽ ഈ 13 ആക്കും കൂടിയൊക്കെ പുല്ല് അരിയണമെങ്കിൽ ഒരു നല്ല ഒരു പാട് തന്നെയാണ്. പിന്നെ ഈ തൊടിയിലൊക്കെ കുറച്ചൊക്കെ പുല്ലുണ്ടായിരുന്നു. ഒഴിവുള്ള ദിവസം നമുക്കതിനെ കുറച്ചൊക്കെ അരിഞ്ഞു വെക്കണം. അരിയാൻ കഴിയൂല, പറിച്ചെടുത്ത് വെക്കണം. അപ്പോൾ നമ്മൾ പാലൊക്കെ ഇന്ന് ഫാമിൽ തന്നെയാണ് ഇപ്പോൾ പാക്ക് ചെയ്യുന്നത്. ഇന്നായിട്ടല്ല, 3-4 ദിവസമായിട്ട് ഫാമിൽ തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. നമ്മൾ ഉച്ചക്ക് പാല് പിന്നെ നമ്മൾ കടൻ്റെ മുന്നിൽ വെച്ച് കൊടുക്കുന്ന നീന ആ കുട്ടി നമ്മളെ ഒന്ന് പറ്റിച്ചുട്ടാ. രാവിലെ വിളിച്ച് പറയണമെന്ന് ഞാൻ പറയല്. നിങ്ങളില്ലെങ്കിൽ രാവിലെ നിങ്ങൾ പറയണം. അല്ല, ഞാൻ അന്നത്തെ പാല് മുഴുവൻ വൈകുന്നേരത്ത് മുഴുവൻ ഇതായി. ഞാൻ കേടുന്നതല്ല, നമ്മൾ തൈരും മോരൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇനിയൊരു കുട്ടീനെ സ്ഥിരമായി കിട്ടിയതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ അങ്ങോട്ട് കച്ചവടത്തുള്ള പാല് കൊണ്ടുപോകണുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ പെണ്ണുങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ എല്ലാവരും വരുമ്പോൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കതൊക്കെ ഒരു മടിയാണ്. എനിക്കായിട്ടില്ല, എല്ലാവർക്കും ഒരു മടി തന്നെ ഈ കാര്യം. അപ്പോൾ 5:30 വരെ ആ കുട്ടി ഉണ്ടാവും കേട്ടോ. കടയിലുള്ള സ്റ്റാഫ് ഓള് എടുത്തൊക്കെ കൊടുക്കും. പക്ഷെ പിന്നെ അത് ആ പാലിൻ്റെ അടുത്ത് ഒരാൾ തന്നെ നിന്നാൽ നിൽക്കുക ചെയ്താലേ നമുക്ക് ആ പാലിന് സെയിലുണ്ടാവുള്ളൂ. ആർക്കാണെങ്കിലും ഇപ്പോൾ ഒരാളെയും കാത്തിക്കാൻ സമയമില്ലല്ലോ. കാണുമ്പോൾ ആളില്ല, നമ്മൾ പോവാന്ന് പറഞ്ഞ് പോണവരാണ്. അപ്പോൾ വേറൊരു കുട്ടീനെ ഏകദേശം ഞാൻ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ആ കുട്ടി നാളെ ഉണ്ടെങ്കിൽ നാളെ പാല് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച ഡോക്ടർക്കും ബുക്ക് ചെയ്തിട്ടുണ്ട്. ചേന ആർക്കൊക്കെ ഉള്ളത് നോക്കിയിട്ട് ഇല്ലാത്തവരെ നമുക്ക് മാറ്റണം. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വന്നാൽ പശുക്കൾക്കൊന്നും ചേന പിടിക്കണില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ 2 സമയം കൈതലീഫ് മാത്രമല്ല കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് ചേന പിടിക്കാത്തതെന്ന് പറയണത്. താത്താൻ്റെ പശുക്കൾക്കൊക്കെ ഏകദേശം എല്ലാവർക്കും നിറമ്പോണം 2 അല്ലാത്തവർക്കൊക്കെ ചേന പിടിച്ചിട്ടുണ്ട്. ഓള് പഴത്തൊലിയും പിന്നെ വൈക്കോലും മാത്രമാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞാൽ അന്ന് കൈതലീഫ് മാത്രമേ കൊടുത്തിരുന്നു. അന്ന് വൈക്കോല് കിട്ടാനില്ലേനു. ഇപ്പോൾ വൈക്കോല് കുറച്ചൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആകെ ഉള്ളത് ഈ ഒരു കുട്ടി മാത്രമാണ് കേട്ടോ. അതിനൊരു 4-5 മാസമായിട്ടുണ്ട്. ചേന ഇപ്പോൾ ചാണകമൊന്നും പുറത്തിട്ട് ഉണക്കലില്ല. അത് കോഴികളും കൂടി ചിക്കിയിട്ട് നല്ല വാസന വന്നിട്ട് പരിസരവാസികൾക്കൊക്കെ ഒരു പരാതി പറയണേ. നമ്മളെ കൊണ്ട് കഴിയണ പോലൊക്കെ നല്ല കോലത്തിൽ വൃത്തിയിലൊക്കെ കൊണ്ടെടുക്കുന്നുണ്ട്. ഫാമിൻ്റെ ചുറ്റുഭാഗം കണ്ടില്ല, നമ്മൾ വീടിനെ പോലെ വായി കൊണ്ടെടുക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ചാണകം ഇപ്പോൾ കുഴിക്ക് തന്നെ ഇടണത്. ഇന്നറിഞ്ഞിട്ട് JCBക്ക് വാരിയിട്ട് കൊണ്ടുപോയി ഒഴിവാക്കിക്കോളും വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ പശു കാണുന്നതിന് കുറച്ച് പ്രായമുള്ളത്. ഇതുവരെ ഹീറ്റ് കാണിച്ചിട്ടില്ല. അപ്പം നമ്മൾ കടല അരച്ച് കൊടുക്കണം വിചാരിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കൊടുത്താൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഹീറ്റ് കാണിക്കും. ഈ പശുവിന് ഒരു 5-6 പ്രാവശ്യം കുത്തി വെച്ച് ചേന പിടിക്കണില്ല. ഈ ഡോക്ടറെ വന്നിട്ട് ഒന്ന് മിനിങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഡോക്ടർ ഒന്നൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒഴിവാക്കണം വിചാരിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ആകെ 5 ലിറ്റർ പാലുള്ളൂ. 2 നേരം കൂടെ 5 ലിറ്റർ പാല് കിട്ടി എങ്ങനെ നമുക്ക് ഇവർക്ക് തിന്നാൻ കൊടുത്താൽ നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ കേട്ടോ. അസ്സലാമു അലൈക്കും.